Section A, question number 6. The points minus 5, 0, 5, 0 and 4, 0, 4 are the vertices of a triangle which is an. ഈ പ്രോബ്ലം നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ്, രണ്ട് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഓരോ വെർട്ടിസസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആ ലെങ്ത് ഈക്വൽ ആണോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. പക്ഷേ ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇത് എയും ഇത് ബിയും ഇത് സി ആണ്. എയും ബിയും മിറർ ഇമേജസ് ആണ്. അപ്പോൾ ഈ ലെങ്ത്തും ഈക്വൽ ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് ഡബിൾ ആണ്. 10 നമുക്ക് കിട്ടും, ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. കാരണം എയും ബിയും മിറർ ഇമേജസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡും രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഐസോസെലസ് എന്ന് പറയാം. നമുക്കിനി ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല basic expression is PQ equal to square root of x2 minus x1 whole square plus y2 minus y1 whole square. That is basic expression for distance between 2 points. AC is equal to AC square root of x2 minus x1 5 minus 5 square plus 0 minus 0 is 0. That is equal to square root of 5 minus 5 5 plus 5, that is 10. 10 square is 10 square, that is 10. Now AC is equal to square root of 0 minus 5 square plus 4 minus 0 square, that is equal to square root of 5 square 25 plus 4 square 60, that is equal to square root of 41. BC is equal to square root of 0 minus 5 square plus 4 minus 0 square, that is equal to square root of 5 square 25 plus 60, that is equal to square root of 41. AC equal to BC equal to root 41, AB equal to 10. രണ്ട് സൈഡും ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണ്. സോ ദ ട്രയാങ്കിൾ ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ. Our choice is B.